കിച്ചു പറഞ്ഞ സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ കിച്ചുവിനോട് വിളിച്ചാണ് ചോദിച്ചത്, നീ എന്റെ ഫോട്ടോഷൂട്ട് കണ്ടു അമ്മയെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമസ്കാരം സുഹൃത്തുക്കളെ, കേരളത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് രേണുവിന്റെ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ആൽബം എന്ന് പറയുന്നത്. എന്ത് വൃത്തികേടാണ് അവർ കാണിക്കുന്നത്. അവർക്ക് മര്യാദയ്ക്കൊക്കെ നടന്നുകൂടെ? ഇമാതിരി കോപ്പറായത്തരങ്ങളാണോ കാണിക്കേണ്ടത്? ഒന്നും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയല്ലേ, നിങ്ങൾ വിധവയല്ലേ, അല്പം ബോധം വേണ്ടേ? ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളാണ് രേണുകയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റിന് താരെ ആളുകൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോഴും ഒരു ചിന്താഗതിയുണ്ട്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവർ കരഞ്ഞ് വിളിച്ച് ആ ഒരു രീതിയിൽ പോകണം, വിഷമം കാണിച്ചുകൊണ്ടേ ഇരിക്കണം. അവര് എങ്ങനെയും ഒന്ന് കരഞ്ഞ് കണ്ടാൽ മതി, അവരൊന്ന് വിഷമിച്ചിരിക്കുന്ന കണ്ടാൽ മതി. അപ്പം ഈ കമന്റ് ഇടുന്ന ആളുകൾക്കൊക്കെ സന്തോഷമാണ്. അവര് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കുന്ന കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര, ഈ കാണുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഭർത്താക്കന്മാര് മരിച്ച സ്ത്രീകൾക്ക് ജീവിക്കണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ പഠിച്ച് പുറമോട്ടാണ് പോകുന്നത്. ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കാൻ എന്താണ് ആ വീഡിയോ ഷൂട്ടിലുള്ളത്? അത് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഈ ഒരു വീഡിയോ ആണ് ഇത്രയും പ്രശ്നങ്ങൾക്കും കാരണം. ഇപ്പം നയൻതാരയോ തൃശ്ശയോ ഒക്കെ ഇങ്ങനെ അഭിനയിച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോ ഒരു വിധവ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടാണ് പ്രശ്നം. ഒരു ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണ്ടേ? അവർക്കൊന്നും സന്തോഷങ്ങളില്ലേ? അവരുടെ സന്തോഷങ്ങളൊക്കെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പൂട്ടി കെട്ടിയൊരു തലമാരി വെക്കണം. എന്താണ് ഈ കമന്റ് ഇടുന്നവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലെല്ലാം നെഗറ്റീവ് കാണും. അവർ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുക, അതൊന്നും ആളുകൾക്ക് അക്സെപ്റ്റബിൾ അല്ല. ഈ നെഗറ്റീവ് കമന്റ്സോ കണ്ടിട്ട് അവർ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നെഗറ്റീവ്സിനോട് ഒത്തിരി വരുന്നുണ്ട്, ഒത്തിരി. ഞാൻ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നവർ എനിക്ക് വല്ലതും കൊണ്ട് തരട്ടെ, പൈസ കൊണ്ട് തരട്ടെ, ഞാൻ വീട്ടിൽ ഇരിക്കാം. എല്ലാവരും കൊണ്ട് നെഗറ്റീവ് പറയുന്നവരെല്ലാവരും കൊണ്ട് എനിക്ക് എല്ലാ മാസം പൈസ തന്നാൽ ഞാൻ വീട്ടിൽ ഇരിക്കാം. ജീവിക്കാനും പിന്നെ ഹാപ്പിയാണ്. വിളിച്ചത് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അതായത് നാടകം, സ്റ്റേജ്, ലൈവ് അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസ്വദിച്ചാണ് ചെയ്യാറ്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇത്രയും കുഴപ്പമുള്ളവർ എന്നാൽ പിന്നെ അവർക്ക് ജീവിക്കാനുള്ള വക കൊടുക്കുക, അവിടെ കൊണ്ടേ കൊടുക്കുക. അവർ വേണ്ടാത്ത രീതിയിലല്ല പോയി. അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു വീഡിയോ ഇട്ടു. അത് ആർക്കും അങ്ങോട്ട് സഹിക്കാൻ വയ്യ. നമ്മുടെ ആളുകൾ ഭയങ്കര ജഡ്ജ്മെന്റലാണ്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്, അവരിങ്ങനെ ആയിരിക്കണം, അവരിങ്ങനെ പാടുള്ളൂ, അവർ കരഞ്ഞുകൊണ്ടിരിക്കണം, അവർ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കണം, അവർ വീടിന് പുറത്ത് ഇറങ്ങാൻ പാടില്ല. എന്താണ്? നമ്മൾ 2025 എന്നിട്ട് ഈ ചിന്താഗതി കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഞാൻ ഈ പറയുന്നതും ചുമ്മാ അല്ല. ആ കമന്റ്സ്, അവർ ഇട്ട വീഡിയോയുടെ താഴെയുള്ള കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കുറച്ച് കമന്റ്സ് നമുക്കൊന്ന് വായിക്കാം, ആളുകളുടെ മെന്റാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അവൻ പോലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവില്ല. എന്ത് മാനസികാവസ്ഥയാണ്! ഒരു വീഡിയോ കണ്ടപ്പോൾ അവന് തോന്നിയത് പിടിക്കുന്നത് മാത്രമാണ്. അതെന്തിനാണ് എടുത്തിട്ടുള്ളത്, എന്താണ് എന്ന് മനസ്സിലാക്കാതെ പിടിക്കുന്നത് മാത്രം നോക്കിക്കൊണ്ട് നടക്കുകയാണ്. എന്തോന്നടേ ഇത്, എന്തുവാടേ ഇത്? മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ. ഇത് കണ്ടാൽ മതി ആൾക്കാർ ഇനി എന്നെ പൊങ്കാലയിടാൻ വരും. പിന്നല്ല, ഇങ്ങനത്തെ കമന്റ് ഇട്ടാൽ പൊങ്കാലയിടാതെ പിന്നെ നിങ്ങളുടെ മനസ്സിൽ അവർക്കൊരു കോവിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ഒന്നും സാധിക്കുന്നില്ല. അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ മനസ്സിൽ അവരൊരു കോവിൽ കിട്ടിയതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ അവരെ പറ്റി നല്ലത് ചിന്തിക്കുകയാണ്. രേണു സുധിയുടെ ഭാര്യ, അവർ ഭയങ്കര വിഷമത്തിലാണ്, ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. 2 വർഷമായിട്ടും അവർ വെള്ളവസ്ത്രം ധരിച്ച് വിഷമിച്ച് അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊന്ന് പറഞ്ഞേ. നമ്മുടെ ആളുകളുടെ ഒരു രീതി അതാണല്ലോ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ അവർ കരഞ്ഞാൽ മതി, അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് പോലും നമ്മൾ അറിയണ്ട. നമ്മൾ കാണുമ്പം അവർ കരയണം, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കണം. അപ്പം നമുക്ക് ഓക്കെയാണ്. രേണു സൂപ്പറാ, രേണു അങ്ങനെ. എന്താണടി? ജീവിക്കാൻ വിടുക.
അല്ലാതെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കരുത്. നിങ്ങളുടെ മനസ്സിലുള്ള പോലെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരായിട്ടേ ജീവിക്കാൻ പറ്റും. ഓരോരുത്തർക്കും സുധിയുടെ ഭാര്യ ഇങ്ങനെ ജീവിക്കണമെന്നുണ്ടാവും. അങ്ങനെ ഓരോരുത്തരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. കുറച്ച് കമന്റ്സ് കൂടെ ഉണ്ട്, അത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. നിനക്ക് ഇയാളെ കിട്ടിയുള്ളൂ, അവരെന്തോ കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ അവരെന്തോ അങ്ങാട്ടോട് ഒളിച്ചു പോയും. അതൊരു പ്രൊഫഷനാടേ, അവരുടെ ആവശ്യത്തിന് വേണ്ടി എടുത്ത വീഡിയോ ആണത്. അതിനകത്ത് നിനക്ക് ഇയാളെ കിട്ടിയുള്ളൂ എന്നൊക്കെ. ഇതിന്റെ കുഴപ്പം കൂടിയേ ഉള്ളായിരുന്നു. ആർക്ക് കുഴപ്പം? നിങ്ങൾക്ക് കമന്റ് ഇട്ടാക്കാണോ കുഴപ്പം? അവർക്ക് കുഴപ്പമില്ല, അവരുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ കമന്റ് ഇടുന്നവർക്കാണ് കുഴപ്പം. സുധിച്ചേട്ടന്റെ ഭാര്യ തന്നെയാണോ ഇത്? അയ്യേ അവന്റെ മോന്ത കണ്ടില്ലേ, പട്ടിയുടെ മോന്ത. ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് ആണ് 90%. അപ്പൊ തന്നെ നമ്മുടെ ആളുടെ ചിന്താഗതി മനസ്സിലാവുമല്ലോ. നെഗറ്റീവ് പറയാനും നെഗറ്റീവ് കാണാനുമാണ് നമ്മുടെ ആളുകൾക്ക് താല്പര്യം. അവരവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തൊരു വീഡിയോയുടെ ഇടയിൽ ഇത്രയും വേണ്ടാത്ത കമന്റുകളാണ്. ഈ നെഗറ്റീവ് സംഭവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സുധിച്ചേട്ടൻ മരിച്ച അന്ന് തൊട്ട് തുടങ്ങിയ പരിപാടിയാണിത്. ഇതിനെതിരെ രേണു നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരും. എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞ പോലെ എൻ്റെ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, എൻ്റെ സ്വന്തം ചേച്ചി രമ്യ. അപ്പം പുള്ളിക്കാരിയും പറഞ്ഞ്, എൻ്റെ സ്വന്തം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഒന്നും നോക്കണ്ട, നീ ചെയ്തു, ഫോട്ടോഷൂട്ട് ചെയ്തു. എൻ്റെ വീട്ടുകാർക്കും ഒരു കുഴപ്പമില്ല. മൂത്ത കിച്ചുവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഫോട്ടോ, എങ്ങനെയുണ്ട് കിച്ചു? അവൻ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് അമ്മയെന്ന്. അവരുടെ വീട്ടുകാർക്ക് പോലും പ്രശ്നമില്ല, നാട്ടുകാർക്കാണ് പ്രശ്നം. അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന ആളുകൾക്കാണ് പ്രശ്നം. ഭയങ്കര ജഡ്ജ്മെന്റലായിട്ടാണ് ആളുകൾ നോക്കുന്നത്. അവരുടെ മനസ്സിലുള്ള ആളുകൾ ജീവിക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എന്താണ് പിന്നെ സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ തൊട്ട് ഇവരെ വെച്ച് കാശുണ്ടാക്കാൻ കുറെ ആളുകൾ നോക്കുന്നുണ്ട്. അതിനവർ പല വേണ്ടാത്ത വാർത്തകളും കൊടുക്കാറുണ്ട്. ഇത് അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഒരു വാർത്ത ഒരു ചാനലിൽ വരികയുണ്ടായി, അതിനെതിരെയും രേണു പ്രതികരിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടുവരാം. വിവാഹിതയായി എന്നൊക്കെയല്ല. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇതിനകത്തുള്ള വ്യക്തി ആരാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അതായത് ഇതിനകത്തുള്ള വ്യക്തി ഇത് ആരാന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ്. ദൈവം, ഫോട്ടോഗ്രാഫർ ഷെരീജ, ആ കുട്ടി ബനിയനാണ് ഇട്ടത്. അന്ന് ബനിയനാ ഇട്ടത്. അയ്യോ, അതുവരെ അതൊരു പെൺകുട്ടിയാണ് ഫോട്ടോഗ്രാഫർ. ഒരു പെൺകുട്ടി അത് പാന്റും ടീഷർട്ടും ഇട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മുഖം മറച്ചിട്ട് രേണു വിവാഹിതയാവാൻ പോകുന്നു, അല്ലെങ്കിൽ രേണു വിവാഹിതയായി, ആരാണ് ചെക്കൻ, ഏതൊക്കെ രീതിയിൽ ഇവരെ താറടിച്ച് കാണിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ താറടിച്ച് കാണിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് രേണു പറയുകയുണ്ടായി, ഞാൻ സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ മുന്നോട്ട് ജീവിതകാലം മൊത്തം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൈവച്ചുകൊണ്ട് ഇവരെയും കൊണ്ട് ഇവർക്ക് ഇപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയിക്കണം. അപ്പം ആളുകൾ നെഗറ്റീവ് കമന്റ് ഇടും. അമ്മാ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഉടനെ ഒരു വിവാഹം പ്രതീക്ഷ ഒരിക്കലും ഇല്ലടാ, ഇല്ല, ഇതുവരെ ഇല്ല. ഇന്ന് ഈ നിമിഷം വരെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ നാളത്തെ കാര്യം എന്താ പറയാ, എന്നെ സ്നേഹിക്കുന്നവരെല്ലാരും പറയുവേ, നമ്മുടെ വീട്ടുകാരെല്ലാരും പറയും, കൂട്ടുകാരി കല്യാണം കഴിക്കണം, കിച്ചു വരെ പറയാം അമ്മയുടെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഒരു തീരുമാനം, എൻ്റെ ഒരു തീരുമാനം ഇന്ന് വരെ ഇല്ലടാ. അങ്ങനെ ഒരു തീരുമാനം ഇല്ല. നാളത്തെ കുറിച്ച് നമ്മുടെ കയ്യിലല്ലോ, ദൈവത്തിന്റെ കയ്യില നാളെ. എടാ, ഞാനും ഒരു മനുഷ്യനല്ലേ. ഇപ്പൊ അഥവാ ഞാനിപ്പം കെട്ടത്തില്ല, ഇതുവരെ ആയിട്ടും അവരൊരു സംഭവമില്ല. കിട്ടിയാലും കെട്ടിയില്ലെങ്കിലും നാട്ടുകാർക്ക് എന്താണ് കുഴപ്പം? അല്ല, ഇനി നാളെ ചേച്ചിക്ക് ഒബ്വിയസ്ലി മനുഷ്യരാണ്, നമുക്ക് തോന്നാം വിവാഹം വേണമെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേച്ചി നാളെ ഒരു വിവാഹത്തിലേക്ക് പോവോ? എടാ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്ന് വരെ ഒരു ചിന്തയില്ല. നാളത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പം എനിക്ക് ഈ നാളത്തെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മള് ഒറ്റപ്പെടും, എന്തായാലും ഒറ്റപ്പെടും ലൈഫിൽ. ഇപ്പം മക്കളുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും ഒറ്റ തന്നെയാണ്. പ്രതീക്ഷിക്കാമോ നമുക്ക്? ഒരിക്കലും ഇല്ലടാ, അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. എനിക്ക് തോന്നുന്നു 95% പ്രതീക്ഷിക്കേണ്ടെന്നാണ്. ഇല്ല എന്നുള്ളതാണ്. ഈ ഫോട്ടോസ് കണ്ടിട്ട് 5% എനിക്ക് അറിയത്തില്ല. മുന്നേ ഒരു വീഡിയോയിൽ ചേച്ചി പറഞ്ഞിട്ട് നാളെ മേ ബി ഞാൻ കല്യാണം കഴിച്ചേക്കാം എന്നുള്ളൊരു കാര്യം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് പ്ലേ ചെയ്തോട്ടെ. എനിക്ക് അമ്മയെ പറയാനുള്ളൂ, ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല. എൻ്റെ ലൈഫിൽ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫ് എന്ന രീതിയിലല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെയാണ് എൻ്റെ ലൈഫ് ലോങ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഉറച്ച തീരുമാനമാണ്. എനിക്ക് കാരണങ്ങൾ പലതുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. അത് എൻ്റെ ഉള്ളിൽ കിടക്കട്ടെ. എന്തായാലും എൻ്റെ മരണം വരെ ഞാൻ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെ ജീവിക്കാനാണ് തീരുമാനം. ഈ ഒരു തീരുമാനത്തിൽ മനസ്സിലായി, മലവൽക്കരണത്തിന് തന്നെ നന്നാണ്. ഈ ഒരു തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ. പക്ഷെ ഇത് കുത്തിപ്പൊക്കാൻ അത് എന്താന്ന് വെച്ചാല് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് പെടുത്തുക. അവർക്ക് മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് അവർ ചെയ്യട്ടെ.
അവർ കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കട്ടെ. അവരുടെ വായിൽ നിന്ന് കല്യാണം ഇനി കഴിക്കണമെന്ന് പുറത്ത് കൊണ്ടിരിക്കണം. അത് കാണുന്ന ആളുകൾ നെഗറ്റീവ് കമന്റ് ഇടണം. നേരത്തെ അവര് ഞാൻ സുചേട്ടന്റെ ഭാര്യയായിട്ട് ജീവിതകാലം മൊത്തം ജീവിക്കാൻ പോവാണെന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ വായിൽ നിന്ന് വേറെ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി നെഗറ്റീവ് കമന്റ്സ് വരും. അതിനുവേണ്ടിയാണോ ഈ ചോദ്യം ചോദിച്ച് കഷ്ടപ്പെടുന്നത്? എന്തായാലും കൊള്ളാം. ഒരാൾ സന്തോഷിക്കുന്നത് കാണാൻ ആൾക്കും താല്പര്യമില്ല. എന്നാൽ വിഷമിക്കുക കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വിഷമിക്കുന്ന രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഓക്കെയാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. എന്താണ് രേണു പറയുന്നത് നമുക്കൊന്ന് കണ്ടു തിരിച്ചു വരാം. ഇവിടെ വന്ന് ഞാൻ ഈ മീഡിയയ്ക്ക് മുന്നേ ഒരു ഗ്ലിസറിൻ തേച്ച് കരഞ്ഞോണ്ടിരുന്ന, ഞാനിപ്പോൾ ഗ്ലിസറിൻ വേണ്ട, ഉള്ളി മതിയല്ലോ, ഉള്ളി വെച്ച് ഞാൻ കരഞ്ഞോണ്ടിരുന്ന ആൾക്കാർ അയ്യോ എന്ത് ആ കുട്ടിയുടെ സങ്കടം കൊണ്ടോ, എന്തിനാ അത് അഭിനയിക്കുന്നത്? ഞാൻ നാടകത്തിനകത്ത് അഭിനയിക്കുന്നുണ്ട്, ജീവിതത്തെ എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എങ്ങനെയാണോ അതാണ് ഞാൻ അത്ര ബോൾഡിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ആൾക്കാർ വന്നു പറയും അയ്യോ അവള് താണ്ട അഹങ്കാരിയായിരുന്നു. ഇതാണ് അവസ്ഥ. ഇപ്പൊ പറഞ്ഞത് തന്നെ ഇതാണ് അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് കാര്യം, എന്ത് ചെയ്താലും പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കമന്റ്സ് ഇടുന്നവർ എന്താണ് പറയുന്നത്, മൊത്തം നെഗറ്റീവ് ആണല്ലോ, ആ രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സാക്ഷിക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് പറയുകയാണ് ഇത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക. അല്ലാതെ ഈ മറ്റുള്ളവർ പറയുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജീവിക്കാൻ സമയം കിട്ടത്തില്ല. അവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നുള്ള കാര്യം ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.